നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് സഞ്ജു സാംസൺ, മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ അരങ്ങേറും. അതും രാജസ്ഥാൻ റോയൽസിനെതിരെ. വർഷങ്ങളായി സഞ്ജുവിനെ സഞ്ജു ആക്കിയ രാജസ്ഥാൻ റോയൽസിനെതിരെ. രാജസ്ഥാനിൽ നിന്ന് ചെന്നൈയിൽ വന്ന് ചെന്നൈയുടെ ആദ്യത്തെ മത്സരം തന്നെ രാജസ്ഥാനെതിരെ ആകുന്നത് എന്തൊരു വല്ലാത്തൊരു കാലത്തിൻ്റെ ഒരു പ്രത്യേക കളിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒന്നാണ്. എന്തായാലും ഇന്ന് സഞ്ജു ആ മഞ്ഞ ജേഴ്സിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആ മഞ്ഞ ജേഴ്സിയിൽ ഇന്നിറങ്ങും. പക്ഷേ മറ്റൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഇന്ന് സഞ്ജു ഇറങ്ങുമ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി ടീമിലില്ല. അദ്ദേഹം പരിക്കാണ്. അദ്ദേഹത്തിന് 3 ആഴ്ചയെങ്കിലും ചുരുങ്ങിയത് അദ്ദേഹത്തിന് കളിക്കാനാവില്ല. അപ്പോൾ ധോണി ഇല്ലാത്ത ചെന്നൈ സൂപ്പർ കിങ്സിലാണ് ആദ്യമായിട്ട് സഞ്ജു കളിക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു വൈരുദ്ധ്യം, രവീന്ദ്ര ജഡേജ. ഇന്നലെ വരെ ചെന്നൈയുടെ നട്ടലായിരുന്ന രവീന്ദ്ര ജഡേജ ഇത്തവണ കളിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടാണ്, അത് ചെന്നൈക്കെതിരെ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വളരെ ചിലപ്പോഴൊക്കെ തമാശയെന്ന് തോന്നാം, അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒരു തമാശ എന്ന രീതിയിൽ കാണാം. എന്തായാലും രാജസ്ഥാനിൻ്റെ നട്ടലായിരുന്നു സഞ്ജു. അദ്ദേഹം ഇത്തവണ CSKയ്ക്ക് വേണ്ടി കളിക്കും. CSKയുടെ നട്ടലായിരുന്ന രവീന്ദ്ര ജഡേജ രാജസ്ഥാന് വേണ്ടി കളിക്കും. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇരു ടീമുകളും ആദ്യ മത്സരം തന്നെ ജയിച്ച് ആധിപത്യം നേടാനാണ് ശ്രമിക്കുന്നത്. ഗുവാഹട്ടിയിൽ വെച്ചിട്ടാണ് കളി. മഴയുണ്ട് അവിടെ. ഇന്നലെ മഴ കാരണം രാജസ്ഥാൻ്റെ പ്രാക്ടീസ് സെഷനൊക്കെ മുടക്കമൊക്കെ പറ്റിയിരുന്നു. അപ്പോൾ ഇന്നും ഉച്ചയ്ക്ക് ശേഷം മഴ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രവചിക്കപ്പെടുന്നുണ്ട്. പക്ഷേ കളിയാകുമ്പോഴേക്കും അത് മാറുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. പിച്ചിപ്പോൾ കവർ ചെയ്ത് ഇട്ടിരിക്കുകയാണ്, മൂടിയിട്ടിരിക്കുകയാണ്. മഴയെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ വയ്യ. അപ്പോൾ അതാണ് അവസ്ഥ. എന്തായാലും ചെന്നൈ പരിക്കിൻ്റെ ഒരു പിടിയിലാണ്. വലിയ പരിക്കുകൾ അവരെ നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേന്ദ്ര സിംഗ് ധോണി പരിക്കാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബ്രവീസിന് പരിക്കാണ്. അവരുടെ പേസ് ബോളറായ നഥാൻ എല്ലിസിന് പരിക്ക് കാരണം പുറത്തായി. പകരം സ്പെൻസർ ജോൺസനെ കൊടുന്നു. സ്പെൻസർ ജോൺസണും പരിക്കിൽ നിന്ന് മുക്തനാവുന്നേ ഉള്ളൂ എന്നാണ് വാർത്ത. അപ്പോൾ CSK എന്തായാലും അങ്ങനെ പരിക്കിൻ്റെ പിടിയിലാണ്. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ സ്വാഭാവികമായിട്ട് അവർ ഈ കളിയിൽ തീർച്ചയായിട്ടും വലിയ മേധാവിത്വം നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഇന്ന് സഞ്ജു ചെന്നൈക്ക് വേണ്ടി വിക്കറ്റ് കീപ്പറായിട്ടാണ് അരങ്ങേറുക. ഉറപ്പാണ് ആ വിക്കറ്റ് കീപ്പറാണ്. കാരണം ധോണി ടീമിലില്ല. ധോണി ടീമിലുണ്ടെങ്കിലും സഞ്ജു തന്നെ ആയിരിക്കണം 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ എന്നാണ് അറിഞ്ഞിരുന്നത്. അപ്പോൾ പക്ഷേ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ആ ടീം കളിക്കുമ്പോൾ ധോണി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. പക്ഷേ ഇല്ല, ധോണി ടീമിലില്ല. അദ്ദേഹം ഗുവാഹട്ടിയിലേക്ക് പോയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. അദ്ദേഹം പരിക്ക് കാരണം റീഹാബിലിറ്റേഷൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചികിത്സയിലാണ്, വിശ്രമത്തിലാണ്. അപ്പം 3 ആഴ്ച, ഒരു ഏപ്രിൽ അവസാന വാരത്തോടു കൂടിയേ അദ്ദേഹം തിരിച്ചെത്തുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ധോണിയില്ലാത്ത ചെന്നൈയിൽ സഞ്ജു ഇന്ന് അരങ്ങേറും. എതിരായി രവീന്ദ്ര ജഡേജ ഇറങ്ങും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ന് പലതരം രസകരമായ വൈരുദ്ധ്യങ്ങളുള്ള ഒരു കളിയാണ് കാത്തിരിക്കുന്നത്. ആ കളിക്ക് വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്, അല്ലേ? മലയാളികളുടെ സഞ്ജു ഇന്ന് അടിച്ച് തകർക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.